ഒരു ദിവസം കൊണ്ട് നെല്ലിയാമ്പതിയിൽ എന്തൊക്കെ കാഴ്ചകൾ കാണാം, ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷെ ഇതൊരു വെല്ലുവിളിയായിട്ടൊന്നും ഏറ്റെടുത്തതല്ല. കാരണം ഞങ്ങളുടെ ഒരു യാത്ര എന്ന് പറയുന്നത് വൺ ഡേ ടൂർ ആയിരുന്നു. ക്രിസ്മസ് വെക്കേഷന് എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹത്തിന്റെ പുറത്ത് ഞങ്ങൾ തെരഞ്ഞെടുത്തൊരു സ്ഥലമായിരുന്നു നെല്ലിയാമ്പതി. അപ്പോൾ ഇനി നെല്ലിയാമ്പതിയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾക്കും അത് യാത്രയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഉപകാരമായിട്ട് മാറിയാലോ. അപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ ആദ്യമായി കണ്ട നെല്ലിയാമ്പതി ഞങ്ങളുടെ കണ്ണുകളിലൂടെ ഒന്ന് കണ്ടാലോ. ഞങ്ങൾക്ക് നെല്ലിയാമ്പതിയിലേക്ക് ഒരു 5 മണിക്കൂർ കൂടുതൽ യാത്ര ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുലർച്ചെ 4 മണിക്ക് തന്നെ ഇറങ്ങാൻ വിചാരിച്ചിരുന്നു. ഞങ്ങളുടെ അപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് 1.5 മണിക്കൂർ ലേറ്റായി. 5:30ക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. 9:30 ആയപ്പോൾ ഞങ്ങൾ ഈ പോത്തുണ്ടി ഡാമിന്റെ മുന്നിലെത്തി. രാവിലെ 9 മണി മുതൽ 5:50 വരെയാണ് പോത്തുണ്ടി ഡാമിലേക്കുള്ള എൻട്രി ടൈം. അവിടെ ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയും 12 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് 20 രൂപയും 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസന് 10 രൂപയാണ്. ഇവിടെ ക്യാഷ് ഓൺലി എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടുന്ന് പോത്തുണ്ടി ഡാമിൽ കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങള് വിചാരിച്ചത് അവിടെ കയറാതെ വരുമ്പോ സമയം ഉണ്ടെങ്കിൽ നമുക്ക് പോത്തുണ്ടി ഡാമിൽ കയറാം. പിന്നെ അതുമല്ല, ചുരം കയറുമ്പോൾ പോത്തുണ്ടി ഡാമിന്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഡാമൊക്കെ കറക്റ്റ് ആയിട്ട് കാണാനും പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ ഞങ്ങളുടെ യാത്ര തുടർന്നു. പോത്തുണ്ടി ഡാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നെന്മാറ ഗ്രാമപഞ്ചായത്താണ്. ഇവിടെ നമുക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ചെക്ക് പോസ്റ്റിൽ നമുക്കിവിടെ ഫീ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്കൊരു പാസ് തരും. അതിൽ നമ്മൾ ഇറങ്ങേണ്ട ടൈം 5 മണിന്നുണ്ടായിരിക്കും. രാവിലെ 7 മണിക്കാണ് ഈ ചെക്ക് പോസ്റ്റ് തുറക്കുന്നത്. അപ്പൊ രാവിലെ 7 മണി മുതൽ 3 മണി വരെയാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. 5 മണിയുടെ ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും വേണം. ഇനി നമ്മൾ ഈ ഇവിടുത്തെ റിസോർട്ടിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഇല്ല. ഇവിടെ കാടാണ്. അപ്പോൾ ഒരുപാട് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെയും മൃഗങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടൈം ലിമിറ്റ് വെച്ചതെന്നാണ് പറയുന്നത്. കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ പോത്തുണ്ടി ഡാമിന്റെ ഒരു വ്യൂ പോയിന്റ്. ഈ ഡാം എന്ന് പറയുന്നത് ഫുള്ള് മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്. ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞ് മൂടി കിടക്കുന്ന മലകളും അതുപോലെ തന്നെ ഡാമിന്റെ ഒരു ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി കാടിൻ്റെ ഉള്ളിലൂടെ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് കാണുന്ന ഒരു ബോർഡാണ്. നമ്മൾ മൃഗങ്ങളെ ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കണം. ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ ശരിക്കും കൂടുതലൊരു എനർജി കിട്ടിയ പോലെയായിരുന്നു. നല്ലൊരു തണുത്ത അന്തരീക്ഷമായിരുന്നു. അതിൻ്റെ കൂടെ ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഫീൽ അറിയാൻ പറ്റിയിരുന്നു. നല്ലൊരു ഫ്രഷ് ആവുന്നൊരു ഫീലായിരുന്നു. അത്രയ്ക്കും ശുദ്ധമായ വായു ഒക്കെ ആയിട്ട് അത് നല്ലൊരു യാത്രയായിരുന്നു. ഒരു ഭാഗത്ത് കാടും അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഡാമിൻ്റെയും വെള്ളച്ചാട്ടത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള വ്യൂ പോയിൻറ്റുകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പോണ വഴിയിലൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ശരിക്കും പുറത്തേക്ക് നോക്കി ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന കാഴ്ചകളാണ്. ഞങ്ങൾ ഈ യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഇവിടെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചിട്ടും കാഴ്ചകളെക്കുറിച്ചിട്ടും ഒക്കെ എല്ലാവരും ലിസ്റ്റ് തയ്യാറാകും. അതിലൊന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ലാൻഡ്മാർക്കായിട്ടുള്ള നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് ആയിരുന്നു. അടുത്തതായിട്ട് കേശവംപാറ പോകണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ട്രെക്കിങ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ പോകണമെന്നുണ്ട്. പിന്നെ ഇവിടുത്തെ തേയിലത്തോട്ടം കാണണമെന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണണം. പിന്നെ ഇവിടെ നമുക്കൊരു തൂക്കുപാലമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഈ യാത്ര
തുടങ്ങിയത്. ഞങ്ങളിപ്പോൾ ഇറങ്ങിയത് വരയാട് മല വ്യൂ പോയിന്റിലാണ്. അപ്പോൾ ഈ ഒരു പേര് കേട്ടപ്പോൾ തന്നെ ഈ വരയാട് മല എന്ന് പറയുന്നതിന് കാരണം വരയാടുകൾ ഉള്ളത് കൊണ്ടാണോ അതോ ഈ മലയുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ അതിനുള്ള കാരണം എന്തായിരിക്കും എന്നറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഒരുവിധം എല്ലാവരും ഇറങ്ങി കാണുന്നൊരു വ്യൂ പോയിന്റ് തന്നെയാണിത്. ചുറ്റിലും മലകളും അതുപോലെ തന്നെ മരങ്ങളും ഒരു തണുത്ത കാറ്റും മഞ്ഞും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീലാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു രീതിയിൽ ഉള്ളൊരു കുഞ്ഞു വെയിലും, പക്ഷേ ആ വെയിലിൻ്റെ ചൂടിനേക്കാളും നല്ല രീതിയിൽ നമ്മളെ തണുപ്പിക്കുന്ന ആ ഒരു തണുപ്പും എല്ലാം കൂടായിട്ട് നല്ലൊരു ഫീലായിരുന്നു. ഒരു പരിചയക്കുറവില്ലാത്ത ഇങ്ങനത്തെ കുറേ ആൾക്കാരെ ഇവിടെ കാണാം കേട്ടോ. അപ്പം നമ്മൾ ഈ ആൾക്കാർ കൂടുന്ന സ്ഥലത്തൊക്കെ ഈ കുരങ്ങന്മാരെ കാണുന്നുണ്ട്. അവർക്ക് ഒരു പേടിയില്ലാത്ത നമ്മളെ കുറേ ആയിട്ട് പരിചയമുള്ള രീതിയിൽ തന്നെയാണ് അടുത്തൊക്കെ നടക്കുന്നത്. ഇതിലൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അവർ നമ്മളെ അടുത്തേക്കൊക്കെ ഇങ്ങനെ എന്തോ അന്വേഷിക്കുന്ന പോലെ നമ്മളെ അടുത്തേക്ക് വരുന്നത്. നീണ്ട കാട്ടുപാതയിലുള്ള യാത്രയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഇവിടെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള ഒരു യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ചുറ്റിലും തേയിലത്തോട്ടം, അതിൻ്റെ ഇടയിലൂടെയുള്ള ഒരു ചെറിയ റോഡിൽ കൂടെയുള്ള ഒരു യാത്ര. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നുണ്ട്. അവിടെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം, ഇത്രയും തണുപ്പുള്ളൊരു സ്ഥലം ഉണ്ടെന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. PSCക്കൊക്കെ പഠിക്കുന്ന സമയത്ത് പാവങ്ങളുടെ ഊട്ടി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് നെല്ലിയാമ്പതിനെ കുറിച്ചിട്ട്. പക്ഷെ നെല്ലിയാമ്പതി ഇത്രയും സുന്ദരിയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതുവരെ വരാത്തൊരു സ്ഥലമാണ്, ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നൊരു സ്ഥലമാണ്. ഞങ്ങളുടെ യാത്ര ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ KSRTCയുടെ ഉല്ലാസയാത്ര കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പോകാൻ കൊതി തോന്നിയിരുന്നു കേട്ടോ. കാരണം നമ്മൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടുക, അവരായിട്ട് അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടിയുള്ളൊരു യാത്ര, അത് ശരിക്കും നല്ല രസകരമായിരിക്കും. ഇപ്പോഴത്തെ സമയത്ത് ഞങ്ങൾക്ക് രാവിലെ 7 മണിക്ക് പാലക്കാട് എത്തി ഈ ഒരു യാത്രയ്ക്ക് പോകുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു യാത്ര പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ഈ യാത്ര സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. വരുന്ന വഴിക്ക് ഞങ്ങൾ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമും കേശവും ബാറയും ഒക്കെ കണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ആദ്യം സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് എത്തിയത്. കാരണം അവിടെ എത്ര നേരത്തെ എത്തുന്നോ അത്രയും സുന്ദരമായിട്ടുള്ള കാഴ്ചയായിരിക്കും. അപ്പോൾ ആദ്യം ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അവിടെ ഓറഞ്ച് ഫാമും അതുപോലെ തന്നെ കേശവൻ ബാറയൊക്കെ കയറാനാണ് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് പോപ്സ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കാണ്. ഇതിലൂടെ വേണം നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോകാൻ. ഇവിടെ പ്രത്യേകിച്ച് ചാർജുകളൊന്നുമില്ല, പക്ഷെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കണം. പിന്നെ ഇവിടുത്തെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഫീ ഉണ്ടായിരിക്കും. നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും കാണുന്ന രീതിയിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വന്ന വഴിയിലൂടെയല്ല തിരിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കരുത്, അതുപോലെ തന്നെ ചെടികൾ നശിപ്പിക്കരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു ഒക്ടോബർ മുതൽ ഒരു ജനുവരി ഫെബ്രുവരി മാസം വരെയാണ് നെല്ലിയാമ്പതിയിൽ ഏറ്റവും സുന്ദരി ആയിരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എത്തിയത് ഡിസംബർ ലാസ്റ്റാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. തണുപ്പ് മാത്രമല്ല, ഇവിടെ നല്ലൊരു തേയിലത്തോട്ടാണ്. ഒരു ഭാഗം ഫുള്ള് തേയിലത്തോട്ടാണ്. നമ്മൾ വരുന്നത് കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ്. 2 ഭാഗത്തും കാപ്പിത്തോട്ടമാണ്. അപ്പോൾ അതിൽ കാപ്പിക്കുരുക്കൾ ഇങ്ങനെ ചുമപ്പ് കളറായി നിൽക്കുന്ന കാഴ്ചയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സീതാർകുണ്ടിലേക്ക് അവിടെ നിന്ന് ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്കൊരു കുറച്ചൊന്ന് നടക്കാനുണ്ട്. നടക്കുന്നതിൻ്റെ 2 ഭാഗത്തും തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റിലെത്താം. നെല്ലിയാമ്പതിയിലൂടെ ഒരു സെലിബ്രിറ്റിയാണ് ഈ നെല്ലിമരം എന്നല്ല പറയാം. കാരണം നെല്ലിയാമ്പതി ആക്കുന്ന നെല്ലിമരമാണിത്. നമ്മളെപ്പം നെല്ലിയാമ്പതിൻ്റെ ഫോട്ടോസ് എടുത്ത് നോക്കുകയാണെങ്കിലും ആദ്യം ഈ നെല്ലിമരമാണ് കാണുക. പിന്നെ ഇവിടുന്ന് താഴേക്ക് നമുക്ക് പോകാൻ പറ്റും. അവിടെ നമുക്ക് വ്യൂ പോയിൻ്റ് ഉണ്ട്. അടിപൊളി വ്യൂ പോയിൻ്റ് ആണ്. ഇവിടെ ആദ്യം വന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞൊരറിവുള്ളൂ കേട്ടോ. ഇവിടെ ആദ്യം ഇതേപോലെ കെട്ടിയിട്ടൊന്നുമില്ലായിരുന്നു, നമുക്ക് അങ്ങോട്ടൊക്കെ കടക്കാൻ പറ്റിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ ഒരു അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. ഇവിടെ കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും സുരക്ഷയാക്കിയത്. ഇവിടുന്ന് താഴേക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പം ഇത് കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ആ ഒരു വ്യൂ പോയിന്റും കൂടി കാണാൻ പറ്റും. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ലയിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 11:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടേക്ക് നോക്കുമ്പോൾ നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു കാഴ്ചയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ചും കൂടി നേരത്തെയാണ് ഞങ്ങൾ എത്തിയിരുന്നെങ്കിൽ ഈ ഒരു കാഴ്ച ഇതിലും മനോഹരമായിരിക്കുമായിരുന്നു. ഈ മലകളൊക്കെ ഇതിലും സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഞങ്ങളിവിടുത്തെ നാട്ടുകാരാണേ എന്നുള്ള രീതിയിൽ ചില ആൾക്കാരൊക്കെ വഴിയിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു പേടിയുമില്ല. നമ്മൾ കുറച്ച് പേടിച്ചൊന്ന് മാറി നിൽക്കുക എന്നല്ലാണ്ട് നമ്മളോട് കുറേ മുമ്പ് അടുപ്പുള്ള പോലെയാണ് അവർ നമ്മൾ അടുത്തേക്കൊക്കെ വരുന്നത്. ഞങ്ങൾ അടുത്ത സ്ഥലം കാണാൻ വേണ്ടിയിട്ട് തിരിച്ച് നടക്കുകയാണ്. എനിക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ വന്നിട്ട് അവിടുത്തെ വ്യൂ പോയിന്റിലെ കാഴ്ചയെക്കാളും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താണെന്നറിയാം. അവിടേക്ക് നമ്മൾ പോകുന്ന വഴിയിലൊരു കാഴ്ചയുണ്ട്. കാഴ്ച എന്ന അനുഭവം എന്നൊക്കെ പറയാം. അവിടുത്തെ മരങ്ങളെ കാറ്റ് എപ്പോഴും തലോടിക്കൊണ്ടിരിക്കും. അവ ഇക്കിളിയാവുന്ന പോലെ ഇളകുന്നൊരു സൗണ്ടുണ്ട്. സൗണ്ടെന്ന് ഒരു നല്ലൊരു സംഗീതം. അതിൻ്റെ കൂടെ ആ തണുപ്പും തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയും കൂടി ആവുമ്പോൾ അതിൻ്റെ ഫീലൊന്ന് വേറെ തന്നെയാണ്. പിന്നെ ഇവിടുന്ന് നമുക്ക് നെല്ലിയാമ്പതിയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ കിട്ടും. അതിനപ്പുറത്തെ സൈഡിലായിട്ട് ഈ കാഴ്ചകളൊക്കെ നോക്കി നിൽക്കുന്ന വണ്ണം ഒരു മലയുണ്ട്. ആ മലയുടെ മേലെന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ താഴേക്ക് വധിക്കുന്ന കാഴ്ച, അതൊക്കെ എനിക്കൊരു ചിത്രം വരച്ച പോലെയോ അല്ലെങ്കിൽ ഒരു സീനറി കാണുന്ന പോലെയൊക്കെയാണ് തോന്നിയത്. എന്തായാലും നമ്മളൊരു യാത്ര പോകുന്നത് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു റിലീഫിന് വേണ്ടിയിട്ടാണ്. ഇവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു സുഖം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാരങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിയാമ്പതിൽ വന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം കാണാണ്ട് പോണതൊരു മോശമല്ലേ. അപ്പം ഞങ്ങൾ അടുത്തതായിട്ട് അവിടെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമാണ് കാണാൻ പോയത്. 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയും 15 വയസ്സിന് മുകളിലുള്ളവർക്ക് 25 രൂപയും 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടും ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റും. രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ് നമുക്ക് ഈ ഫാമിലേക്കുള്ള എൻട്രി ടൈം. ഈ ഒരു ഫാമിൻ്റെ മൊത്തം ഒരു മാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഭാഗത്തും ഏതൊക്കെ ഭാഗത്തേക്ക് പോയാലാണ് എന്തൊക്കെ സംഭവങ്ങളെന്ന് നമുക്കിതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശമായിട്ട് കിട്ടും. ഉത്സവത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനേനെ തരയണ പോലെ ഓറഞ്ച് ഫാമിൽ വന്നിട്ട് ഞങ്ങൾ ഓറഞ്ച് തരയായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ എത്തിയ സമയം എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ സീസണൊക്കെ കഴിഞ്ഞ് ഓറഞ്ചൊക്കെ പറിക്കേണ്ട ഒരു സമയം കഴിഞ്ഞൊരു സമയത്താണ്. അങ്ങനെ എൻട്രൻസിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് കാണുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ നിറയെ കായ്ച്ച് കിടക്കും ഈ ഒരു ഓറഞ്ച് മരം. അവിടെ ഒരുപാട് ഓറഞ്ച് മരങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഒന്നിലും കായില്ലായിരുന്നു. അപ്പോൾ ഇത് നിറച്ചിങ്ങനെ കായ്ച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു മരം കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ഇത് ശരിക്കും സഞ്ചാരികൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പറിക്കാതെ തന്നെ നിർത്തിയതായിരിക്കും.
ഇവിടെ നമുക്ക് ഇരിക്കാൻ നല്ല സുഖമുള്ള ഒരു ഭാഗമാണ് ഈ ചാമ്പ മരത്തണൽ. ഇവിടെ ചാമ്പൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാമ്പ മരങ്ങളുടെ തണലിലായിട്ട് നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇതേപോലെ പ്രകൃതിയോട് തൊട്ടിണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഇരിപ്പിടങ്ങളാണ്. മരത്തിൻ്റെ തന്നെ നമുക്ക് കൗതുകം തോന്നുന്ന തരത്തിലുള്ള ഇരിപ്പിടങ്ങളായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നത് അലങ്കാര ചെടികളുടെ ഉള്ളിലൂടെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരുപാട് മാതൃസസ്യങ്ങൾ, അലങ്കാര ചെടികളുടെയൊക്കെ ഒരു തോട്ടമുണ്ട്. പല തരത്തിലുള്ള ചെമ്പരത്തി പൂക്കളായിട്ടും അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ, നമ്മുടെ വീടിന് അലങ്കാരം തന്നെ ആയിട്ടുള്ള ഒരുപാട് നല്ല ഭംഗിയുള്ള ചെടികളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയായിരുന്നു പിന്നെയുള്ള ഞങ്ങളുടെ യാത്ര. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഇങ്ങനെ ഒരു റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിലേക്കാണ്. ഇത് തൈ ഉൽപാദന കേന്ദ്രം. ഇതുപോലുള്ള ഷെൽട്ടറുകളിലാണ് ഇവർ നല്ല കരുത്തുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ട്രീ ഹൗസ്. ഈ ഒരു ഏറുമാടത്ത് കയറിയിട്ടുള്ള കാഴ്ച ഞങ്ങൾ എല്ലാവരും അനുഭവിച്ചിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറി ചെന്നപ്പോൾ പിന്നെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇത്തരമുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മോളെടുത്ത് കയറാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ അമ്മമാരായാലും അവരും അധികം എടുത്ത് കയറണ്ടെന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും ആ ഒരു ഏറുമാടത്തിലെ കാഴ്ചകളൊന്നും ശരിക്കും ആസ്വദിച്ചു. ഇവിടെ ചോളത്തിൻ്റെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൃഷിയും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണിത്. ഇവിടുന്ന് ഇനി ഇടത്തോട്ടും വഴിയുണ്ട്, അതുപോലെ തന്നെ വലത്തേക്കൊരു വഴിയുണ്ട്. അപ്പം നമ്മൾ വലത്തേക്ക് പോവുകയാണെങ്കിൽ നേരെ കറങ്ങി നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ തന്നെ എത്തും. ഇനി നമ്മൾ ഇടത്തോട്ടുള്ള ഒരു വഴിയിലൂടെ പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് ക്യാബേജിൻ്റെ കൃഷി, അതുപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷി, അങ്ങനെയുള്ള ഒരുപാട് കൃഷികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സമയം ഒരു 1:30-1:45 ആയിട്ടുണ്ട്. അപ്പം നട്ടുച്ച സമയമാണ്. ഇവിടെ നമുക്ക് വെയിലൊക്കെ കാണാൻ പറ്റും, പക്ഷേ ഒരു തണുത്ത കാറ്റ് കടിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വെയിലിൻ്റെ ചൂടൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇനി ഞങ്ങളുടെ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് കേശവമ്പാറ പോകണമെന്നുണ്ട്. പിന്നെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ വിചാരിക്കേണ്ടത്, നമുക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം 5 മണി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് തിരിച്ചിറങ്ങും വേണം. അതിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കലും എല്ലാം കൂടെ എന്തൊക്കെ പ്ലാനുകളാണ് ഇന്ന് നടക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പം അറിയില്ല. എന്തായാലും നമുക്ക് ഒരു ദിവസം കൊണ്ട് എന്തൊക്കെ കാഴ്ചകൾ ഇവിടെ നെല്ലിയാമ്പതിയിൽ വന്നാൽ കാണാൻ പറ്റും. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഒക്കെ നെല്ലിയാമ്പതി എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ട്രക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതൊക്കെ എടുക്കാനുള്ള സമയം അത്രത്തോളം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് കഴിയുന്നതും നേരത്തെ വന്ന് മാക്സിമം സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ വേഗം തന്നെ കവർ ചെയ്ത് പോകാൻ പറ്റണം. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് വരുന്ന സമയത്തും, അപ്പോൾ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന സമയത്തും, അങ്ങനെയുള്ള ഓരോ സമയങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. ആ സമയത്തൊക്കെ നമുക്ക് കുറച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയണം. ഞങ്ങൾ എത്രത്തോളം സ്ഥലങ്ങൾ കണ്ടു, എത്രത്തോളം കാഴ്ചകൾ കണ്ടു എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇനിയും തുടർന്ന് പറയുമ്പോൾ ഒരുപാട് ലെങ്തായി പോവും. അപ്പോൾ ഇനി അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞങ്ങൾ ബാക്കിയുള്ള കാഴ്ചകളും ബാക്കിയുള്ള കാര്യങ്ങളും ഞങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ പറയാം.